ഓക്കെ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ലോസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ പ്രഷറിൻ്റെ യൂണിറ്റ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഗ്യാസ് ലോസിൽ തന്നെ രണ്ട് ലോസാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഒന്ന് ബോയ്സ് ലോ, അതുപോലെ സെക്കൻഡ് വൺ ചാൾസ് ലോ. മൂന്നാമത്തെ ലോ ആണ് ആവഗാഡ്രോ ലോ. ഓക്കെ, എന്താണ് ആവഗാഡ്രോ ലോ? കഴിഞ്ഞ നമ്മൾ ബോയ്സ് ലോയിലും ചാൾസ് ലോയിലും നമ്മൾ പഠിച്ചപ്പോഴേ ബോയ്സ് ലോ ആണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അതായിരുന്നു നമ്മുടെ ബോയ്സ് ലോ. അതുപോലെ ചാൾസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ ആവഗാഡ്രോ ലായിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് പ്രഷറും അതുപോലെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the total number of molecules or atoms in the gas is directly proportional to the volume occupied by the gas. അതായത് ഒരു ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ്, നമുക്കറിയാം ഏതൊരു പദാർത്ഥവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസ് ചേർന്നാണ് മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളത്. മോളിക്യൂൾസ്, അപ്പോൾ ഏതൊരു പദാർത്ഥത്തിലും മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അത് അതിൻ്റെ വോളിയത്തിന്, ആ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ്. അതായത് ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം, ഒരു ഗ്യാസിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഗ്യാസിൻ്റെ വോളിയവും കൂടുന്നതായിരിക്കും. അതാണ് നമ്മൾ ആവഗാഡ്രോ ലോ പറയുന്നത്. പക്ഷേ അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോർമുല ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആവഗാഡ്രോ ലോ. ഓക്കെ, ആവഗാഡ്രോ ലോ എന്ന് പറയുന്നത് നമുക്കറിയാം വോളിയത്തിന് നമ്മൾ സൂചിപ്പിക്കുന്നത് വി എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടുവിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റൻ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ബൈ എൻ ഈസിക്കൽ ടു കെ. ഓക്കെ, അതായത് ഒരു ഗ്യാസിലെ മോളിക്യൂൾസിൻ്റെയും ഒരു ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും അതുപോലെ തന്നെ അതിൻ്റെ വോളിയവും തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ആവഗാഡ്രോ ലോ പറയുന്നത്. ഇനി ആവഗാഡ്രോ ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വോളിയവും മോൾസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെയാണ് ഈ മോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒറ്റ ലൈനാണ് ഇങ്ങനെ പോകുന്നത്. വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൻ. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വോളിയവും മോൾസ് എക്സ് ആക്സിസിലും വോളിയം വൈ ആക്സിസിലും ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇത്രയാണ് ആവഗാഡ്രോ ലോനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 ഗ്യാസ് ലോസുകൾ മെയിനായിട്ടുള്ള. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 ഗ്യാസ് ലോ പഠിച്ചിട്ടുണ്ട്. ഈ 3 ഗ്യാസ് ലോസും ഒബേ ചെയ്യുന്ന ഗ്യാസുകളെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്, അതായത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഗ്യാസാണ് ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അതിൻ്റെ പല ചില കണ്ടീഷനുകളിൽ അവർ ഈ ലോസ് ചിലപ്പോൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാ ലോസും ഒരു ഗ്യാസ് ഒബേ ചെയ്യാനുള്ള ചില കണ്ടീഷനുകളുടെ വ്യത്യാസത്തിൽ എല്ലാ ലോസും ഒബേ ചെയ്യാനുള്ള സന്ദർഭം കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന വഴിയിൽ ഇപ്പോൾ എല്ലാ ലോസും ഒബേ ചെയ്യുന്ന ഗ്യാസുകളെ നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഈ ഐഡിയൽ ഗ്യാസ് ലോ പറയുന്നത്? ദ ഐഡിയൽ ഗ്യാസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഓഫ് 1 gram മോളിക്യൂൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ആൻഡ് ദി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ഗ്യാസിൻ്റെ പ്രോഡക്റ്റും പിന്നെ അതുപോലെ പ്രോഡക്റ്റ് ഓഫ് പ്രഷറും വോളിയം, അതായത് പ്രഷർ പി അതുപോലെ വോളിയം എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി
1 gram of molecules. Okay, n product of absolute temperature എന്ന് പറഞ്ഞാൽ T. ഓക്കെ, T എപ്പോഴും കെൽവിനിലായിരിക്കണം, അതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ NT, പിന്നെ അതുപോലെ മറ്റൊരു ഫാക്ടറോട് പറയുന്നുണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് എംപെറിക്കൽ ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ലോ ഈസ് ഗീവൺ ബൈ PV is equal to nRT. അതായത് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, പിന്നെ ടെമ്പറേച്ചർ. ഇത് മൂന്നിൻ്റെയും പ്രൊഡക്റ്റാണ് PV is equal to nRT എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവിടെ P എന്ന് പറയുന്നത് പ്രഷറാണ്, V is the വോളിയം, ആൻഡ് N is the amount of substance, അതായത് മോൾ, R is the ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇനി എന്താണ് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? When we use the gas constant, R is equal to 8.31 joule per Kelvin mole. Okay, joule per Kelvin mole. ഇതാണ് എൻ്റെ R is equal to 8.31 joule per Kelvin per mole. Then we have to plug in the pressure P in the unit of Pascal, volume in the unit of meter cube. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഐഡിയൽ ഗ്യാസ് ലോയുടെ ഫോർമുല യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് പ്രഷർ എപ്പോഴും പാസ്കലിലായിരിക്കണം. ഓക്കെ, ഒരു പ്രോബ്ലം ഇപ്പോൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാസിൻ്റെ എന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം തരും. അതായത് പ്രഷർ, വോളിയം, പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പിന്നെ ഐഡിയൽ ഗ്യാസ് ലോയുടെ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്താണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ യൂണിറ്റുകൾ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ വരുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. അതായത് പ്രഷർ ആണെങ്കിൽ അത് പാസ്കലിൽ തന്നെ ആയിരിക്കണം, പിന്നെ അതുപോലെ വോളിയം ആണെങ്കിൽ അത് മീറ്റർ ക്യൂബിലായിരിക്കണം, സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ അതിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം. ഓക്കെ, പിന്നെ അതുപോലെ ടെമ്പറേച്ചർ എപ്പോഴും കെൽവിനിലായിരിക്കണം. സംടൈംസ് ഡിഗ്രി സെൽഷ്യസിലോ ഫാരൻഹീറ്റിലോ വരികയാണെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റണം, കെൽവിനിലോട്ട് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഡെറിവേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ലോ. ഓക്കെ, അപ്പോൾ ഈ ഐഡിയൽ ഗ്യാസ് ലോ ഈസ് ഡെറിവൈഡ് ഫ്രം ദി ഒബ്സർവേഷണൽ വർക്ക് ഓഫ് റോബർട്ട് ബോയിൽ, ഗെയ് ലുസാക്ക് ആൻഡ് അമേഡോ അവഗാഡ്രോ. ഓക്കെ, അതായത് ഈ 3 ലോസും, ചാൾസ് ലോ, ബോയ്സ് ലോ, അവഗാഡ്രോ ലോ, ഈ 3 ലോസും കമ്പൈൻ ചെയ്തിട്ടാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 3 ലോസും കമ്പൈൻ ചെയ്തിട്ടാണ് ഐഡിയൽ ഗ്യാസ് ലോ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 3 ഗ്യാസ് ലോസ് നമുക്കറിയാം. ബോയ്സ് ലോ, V is directly proportional to 1 by P, V is directly proportional to T, V is directly proportional to N. ഈ 3 എണ്ണം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും ഫോർമുല? V is directly proportional to NT by P. ഓക്കെ, എന്തുകൊണ്ടാണ് P താഴെ വന്നത്? അവിടെ നമ്മൾ ബോയ്സ് ലോയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വോളിയം ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 1 by P വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് V is directly proportional to NT by P. The above equation shows that the volume is proportional to the number of moles and the temperature, while inversely proportional to the pressure. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വോളിയം എന്ന് പറയുന്നത്, ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന്, അതായത് നമ്പർ ഓഫ് മോൾസിനും ടെമ്പറേച്ചറിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ പ്രഷറിന് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പ്രഷർ താഴെ വന്നത് NT by P വന്നിരിക്കുന്നത്. ഓക്കെ, ദ എക്സ്പ്രഷൻ ക്യാൻ ബി റീറൈറ്റൻ ആസ് ഫോളോസ്: V is equal to RNT by P അല്ലെങ്കിൽ nRT by P. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തത്. അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 8.3 ജൂൾ പെർ കെൽവിൻ ഡോട്ട് മോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, ഈ ബൈ P, അതായത് V is equal to nRT by P ആണ്. അപ്പോൾ Pനെ ഇപ്പുറം സൈഡോട്ട് കൊണ്ടുപോകുന്നു. അതായത് PV is equal to nRT. അങ്ങനെ ഒരു ഫോർമുല നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വേറൊന്നുമില്ല, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത് ഈ 3 ലോസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോ ഫോം ചെയ്തിരിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ലോയുടെ ഫോർമുല എന്ന് പറയുന്നത് PV is equal to nRT ആണ്.
ഇവിടെ പി എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി ഗ്യാസ്, വി എന്ന് പറയുന്ന വോളിയമോ, പിന്നെ അതുപോലെ എൻ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ആർ ഈസ് ദി ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇത്രയാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ലോയിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് ഗ്യാസ് ലോ അല്ല, ഗ്യാസ് ലോ കഴിഞ്ഞു. അതായത് നമ്മൾ 3 ഗ്യാസ് ലോസ് പഠിച്ചു, പിന്നെ ഐഡിയൽ ഗ്യാസ് ലോ പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രഷർ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റ് 2 ലോ കൂടി പഠിക്കാനുണ്ട്. ഒന്ന് ഹൂക്സ് ലോയും പിന്നെ ഒന്ന് പാസ്കൽ ലോയും. ഓക്കെ, അപ്പോൾ എന്താണ് ഹൂക്സ് ലോ? ഓക്കെ, നമുക്ക് സാധാരണ എലാസ്റ്റിക് 2 ടൈപ്പുള്ള ബോഡീസ് ഉണ്ട്. ഇപ്പോൾ റിജിഡ് ബോഡി എന്ന് വിളിക്കും, പിന്നെ എലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, പ്രഷറോ ഫോഴ്സോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ മാറ്റം വരികയാണെങ്കിൽ അത്തരം ബോഡികളെ നമ്മൾ എലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കും. നമ്മളിപ്പോൾ റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും അല്ലേ. നമ്മൾ ചിലപ്പോൾ പ്രഷർ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ലെങ്ത് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡീസിനെ നമ്മൾ എലാസ്റ്റിക് ബോഡീസ് എന്ന് വിളിക്കും. ഇപ്പോൾ എലാസ്റ്റിക് ബോഡീസിലുള്ള ഒരു ലോ ആണ് ഹൂക്സ് ലോ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ 2 വേർഡുകൾ കാണുന്നുണ്ട്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ആ ഫോഴ്സ് കാരണം ആ ബോഡിക്ക് എന്തെങ്കിലും ഡീഫോർമേഷൻ, അതായത് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഹൂക്സ് ലോ പറയുന്നത്? ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ, സ്പ്രിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. ഓക്കെ, അല്പം ഒരു സ്പ്രിങ് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടേക്കാണ്. ഒരു വെയിറ്റ്, ഒരു 2 കിലോയുടെ വെയിറ്റ് ഇവിടെ തൂക്കിയിട്ടേക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെയിറ്റിൻ്റെ ഇതുകൊണ്ട് ഈ സ്പ്രിങ് എന്ത് ചെയ്യും? എലോങ്ങേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഹൂക്സ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫോർ എ സ്മാൾ ഡീഫോർമേഷൻ ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഹൂക്ക് ലോ. ഓക്കെ, അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഹൂക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ സ്ട്രെയിൻ ഓഫ് എ മെറ്റീരിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് സ്ട്രെസ് വിത്തിൻ എ എലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ഓക്കെ, ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു സ്പ്രിങ്ങിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രിങ് ആദ്യം ഒരു ലെങ്ത് ഉണ്ടായിരുന്നു സ്പ്രിങ്ങിന്. ഓക്കെ, നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്തു. അപ്പോൾ എലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലെങ്തിനെക്കാട്ടിലും കുറച്ച് ലെങ്ത് കൂടുതലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഉണ്ടായ ലെങ്ത് L ആണെങ്കിൽ ഇപ്പം ഉണ്ടായ ലെങ്ത് L1 ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ലെങ്ത് L2 ആയിരിക്കും അല്ലേ. ആ ലെങ്തിനെക്കാട്ടി കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നതിന് നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചുരുങ്ങും. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ഇപ്പോൾ ഉണ്ടായ ആ ഒരു ഡീഫോർമേഷൻ എന്ന് പറയുന്നത് എന്തിന്? നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ആ ലെങ്തിൽ ചേഞ്ച് ഉണ്ടാകും. ഇതാണ് ഹൂക്സ് ലോ പറയുന്നത്. ഓക്കെ, when an elastic material are stretched the atoms of molecule deforms until stress applied. ഓക്കെ, നമ്മുടെ ഒരു എലാസ്റ്റിക് മെറ്റീരിയലിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തുള്ള ആറ്റംസിന് എന്തുണ്ടാകുന്നു? ഡീഫോം, ചെറിയ ചേഞ്ച് ഉണ്ടാകും. ആൻഡ് വെൻ ദ സ്ട്രെസ് ഈസ് റിമൂവ്ഡ് ദേ റിട്ടേൺ ടു ഇനിഷ്യൽ സ്റ്റേറ്റ്. ആ ഒരു സ്ട്രെസ് നമ്മൾ കൈവിട്ട് കഴിയുമ്പോൾ, നമ്മൾ സ്പ്രിങ് ഇങ്ങനെ പിടിച്ചിട്ട് കൈവിട്ട് കഴിയുമ്പോൾ സ്പ്രിങ് പഴയ ലെവലിലോട്ട് എത്തുന്നു. ഓക്കെ, ഇനി ഹൂക്സ് ലോ ഇപ്പം നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിങ് ഒരു 3-4 സ്പ്രിങ് ഇങ്ങനെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്പ്രിങ്ങിൽ ഒരു വെയിറ്റും കൊടുത്തിട്ടില്ല, ആ സ്പ്രിങ് ചുമ്മാ തൂങ്ങി കിടക്കുകയാണ്. ഓക്കെ, അത് സാധാരണ പൊസിഷനിൽ അല്ലെങ്കിൽ യാതൊരു വിധ ലോഡും കൊടുത്തില്ല. അത് രണ്ടാമത്തെ സ്പ്രിങ്ങിൽ നമ്മൾ 1 ന്യൂട്ടൺ ലോഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ 1 ന്യൂട്ടൺ ലോഡ് കൊടുത്തപ്പോൾ സ്പ്രിങ് ഒന്ന് എലോങ്ങേറ്റ് ആയി. ആ എലോങ്ങേറ്റ് ആയ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ആ എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ആ എലോങ്ങേറ്റ് ആയ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത അതിൻ്റെ ഫോഴ്സ് കൂടുതൽ കൊടുത്തപ്പോൾ ഇപ്പുറത്ത് 1 ന്യൂട്ടൺ കൊടുത്തു, അപ്പോൾ കുറച്ച് എലോങ്ങേറ്റ്. ഇനി 2 ന്യൂട്ടൺ കൊടുത്തപ്പോൾ 2x. കണ്ടോ? അപ്പോൾ എഫ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. ഓക്കെ, നമ്മളിവിടെ എഫ് പി ഇവിടെ എഫ് പി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, അപ്പോൾ എക്സ് ഡിസ്റ്റൻസിൽ സ്ട്രെച്ചായി. ഇനി നെക്സ്റ്റ് കൊടുക്കുന്ന 2F ആണ് കൊടുത്തിരിക്കുന്നത് ഫോഴ്സ്. 2F ഫോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2F ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് 2x ഡിസ്റ്റൻസിൽ ലെങ്തിൽ അത് വീണ്ടും സ്ട്രെച്ചായി. അപ്പോൾ ഇത് നിന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഫോഴ്സ് അതിൽ കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഡീഫോർമേഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ
പ്രൊപ്പോർഷണൽ ആയിരിക്കും. എത്രമാത്രം ഫോഴ്സ് കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഇത് അത് സ്ട്രെച്ച് ചെയ്യുന്ന ആ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഹൂക്സ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ പാസ്കൽ ലോയും പിന്നെ അതുപോലെ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ.